ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ടേസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ ഈ ഒരു കുറുമയിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് പൊട്ടാറ്റോ, നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ബീൻസും എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തുള്ളത്. ക്യൂബായിട്ടാണ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് നമ്മുടെ കോളിഫ്ലവർ എടുക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ കൂടെ ഞാൻ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ്, അതുപോലെ ക്യാരറ്റ്, ബീൻസ് ഇവ ഈ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ഇപ്പോൾ ഞാൻ ഫ്രോസൺ ആയതുകൊണ്ട് ഇതിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന നമ്മുടെ സാധാ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കുന്ന ആ ഒരു ഗ്രീൻ പീസ് ആണെങ്കിലും അതൊരു 1/4 ഭാഗത്തോളം കുക്കാക്കിയതിന് ശേഷം വേണം ഇതിൻ്റെ കൂടെ ചേർക്കാൻ. അതല്ലെങ്കിൽ കാരണം ഈ ഒരു വെജിറ്റബിൾസും ആ ഒരു ഗ്രീൻ പീസും തമ്മിൽ കുക്കിംഗ് ടൈം വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക, അതല്ലെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് ഒരു വിസിൽ വന്നതിന് ശേഷം ഇതിൻ്റെ സ്റ്റീം കംപ്ലീറ്റ് റിലീസ് ചെയ്യും, ഒഴിവാക്കിയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു വെജിറ്റബിൾസ് ഓവറായിട്ട് ഉടഞ്ഞിട്ട് പോവില്ല. അതല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് സ്റ്റീം പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് വെജിറ്റബിൾസ് ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ബാക്കി വെജിറ്റബിൾ കുറുമ ചെയ്യുമ്പം കുക്ക് ചെയ്യുമ്പോൾ അത് ഓവറായിട്ട് അങ്ങനെ ഉടഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഉടഞ്ഞിട്ടുള്ള ടൈപ്പാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ സ്റ്റീം കളയേണ്ടതില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഞാനതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റീം ഒഴിവാക്കുകയാണ്. എന്നിട്ടാണ് കുക്കർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ കുക്കറൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, സ്റ്റീമൊക്കെ പോയതിനു ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്കൊക്കെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമൊക്കെ ആവും. അപ്പോൾ ഇതുപോലെ നമ്മുടെ വെജിറ്റബിൾസ് നല്ല പാകത്തിന് നല്ല കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് ഒന്നും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് എല്ലാ വെജിറ്റബിൾസും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് പെട്ടെന്ന് തന്നെ പ്രസ്സായിട്ട് പോകണം, പക്ഷേ എങ്കിൽ ഉടഞ്ഞു പോകാനും പാടില്ല. അതാണ് ഈ ഒരു വെജിറ്റബിൾ കുറുമയ്ക്ക് ഞാൻ ചെയ്യുന്നൊരു കണ്ടീഷൻ അങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇതിലേക്കുള്ള പരിപാടികൾ നോക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു തേങ്ങയുടെ അരപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പിൻ്റെ അടുത്ത്, 1 കപ്പ് തികച്ചില്ല, ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 നുള്ള് നമ്മുടെ വലിയ ജീരകം, ഫെനൽ സീഡ്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട, ഒരു 2 നുള്ള് മതി. ഒത്തിരി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് അങ്ങോട്ട് മുമ്പിലോട്ട് വരും. അപ്പോൾ 2 നുള്ള് മതി, അത് ചേർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം പൊട്ടുകടല, അതുപോലെ ഒരു 6 നമ്മുടെ കാഷ്യൂനട്ടും കൂടെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണിത്. ഇതിപ്പോൾ നമുക്ക് സോക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സോക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് സോക്ക് ചെയ്യാൻ ടൈമൊന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചേർക്കാം. അപ്പോൾ പൊട്ടുകടല ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു കുറുമക്ക്. നിങ്ങളതൊന്ന് ചേർത്ത് നോക്കുക, ആ ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം കസ്കസാണിത്, അതല്ലെങ്കിൽ നമ്മൾ പോപ്പി സീഡ്സ് എന്ന് പറയും. അത് വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ്. ഇതും സോക്ക് ചെയ്യണമെന്നൊന്നുമില്ല, സോക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് തോന്നിക്കും. അതും കൂടെ ഈ ഒരു മിക്സിയിലേക്ക് ചേർക്കാം. ഞാനിപ്പം വെള്ളമൊന്നും മാറ്റാതെ ഡയറക്റ്റ് അങ്ങനെ ചേർത്തിട്ടുള്ളതാണ്. നമുക്ക് എന്തായാലും വെള്ളം ചേർക്കണമല്ലോ അതൊന്ന് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം യോഗേട്ട് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളെടുക്കുന്ന തൈരിന് ഒത്തിരി പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കണ്ട. ആ ഒരു പുളിയൊന്നും നമ്മുടെ ഒരു വെജിറ്റബിൾ കുറുമയിൽ വരാൻ പാടില്ല. അപ്പോൾ പുളിയില്ലാത്ത തൈര് തന്നെ മാക്സിമം എടുക്കുക. അടുത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് കുക്ക് ചെയ്ത ടൈമിൽ തന്നെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി കൂടെ ചേർക്കാം, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അതും കൂടി ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ പക്ഷേങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ആയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ചതച്ചിട്ടുണ്ട്. അതൊരു 1 ടേബിൾ സ്പൂൺ വേണം നമുക്ക്. അതുപോലെ 4 പച്ചമുളകും. ഇനിയിപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചതക്കാനൊക്കെ പാടുള്ളവരും മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ചതച്ച്, അതായത് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി.
ഇനി ഇത് ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഒട്ടും തന്നെ ഒരു കാഷ്യൂനട്ടും പൊട്ടുകടലയൊന്നും പീസായിട്ടും തരിയായിട്ടൊന്നും കാണാതെ നന്നായിട്ട് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു പേസ്റ്റ് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു വെജിറ്റബിൾ കുറുമ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ കയ്യിലില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ബേ ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടയുണ്ടല്ലോ, അതിൻ്റെ ഇലയാണ് കേട്ടോ. പലർക്കും അറിയില്ല ബേ ലീഫ് എന്ന് പറയുമ്പം. അപ്പോൾ പട്ടയുടെ ഇലയാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു സൈസിലെ 2-3 ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കാം. ഒന്നും ഒത്തിരി കൂടണ്ട, ടേസ്റ്റ് ഒന്നും വല്ലാണ്ടൊന്നും വേണ്ട. പിന്നെ 4 ഏലക്ക, അതുപോലെ ഒരു 4 ഗ്രാമ്പു ഇത്തിരി ചേർത്തിട്ട് ഈ ഒരു ഓയിലിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു സവാള നമുക്കൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പ് ചേർക്കുമ്പം സവാള പെട്ടെന്ന് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് കുഴഞ്ഞ് കളറൊക്കെ ഒന്ന് മാറിയിട്ട് കിട്ടും. സവാള ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചതച്ചതാണെങ്കിലും നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് ചതച്ചിട്ടല്ല, നന്നാക്കി പേസ്റ്റാക്കിയിട്ട് തന്നെ എടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചുള്ള ഒരു 4 ചെറിയ പച്ചമുളകാണ്, അതും കൂടെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വീണ്ടും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, നമ്മുടെ ഇതിനൊരു കളറിന് വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് ഈ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പഴുത്ത തക്കാളിയായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ സൈസായിട്ടാണ് കട്ട് ചെയ്തത്. നിങ്ങൾ എടുക്കുമ്പം അല്ലാണ്ട് പഴുത്തിട്ടൊന്നും ഇല്ലെങ്കിൽ തക്കാളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ, എങ്കിൽ അത് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഒരു തക്കാളി നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ട് അതൊന്ന് കുഴഞ്ഞ് കിട്ടണം. നമ്മുടെ ഒരു കുറുമയിൽ തക്കാളി ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് അത് വഴറ്റിയിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ പേസ്റ്റാക്കി വെച്ചിട്ട് ആ ഒരു തേങ്ങയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നിങ്ങൾ തീ നന്നായിട്ട് തന്നെ കുറച്ചിട്ട് വെക്കണം കേട്ടോ, അതല്ലെങ്കിൽ ആ ഒരു തക്കാളി ഉള്ളിയൊക്കെ അടി പിടിക്കും. നമ്മുടെ ഒരു മിക്സിയുടെ ജാറിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് ഇതിലേക്ക് കുലുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു തേങ്ങയുടെ ഒരു മിക്സും അതുപോലെ സവാളയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം, ചെറിയ തീയിൽ വെച്ചിട്ട് കേട്ടോ, അതല്ലെങ്കിൽ അടി പിടിക്കുക. പിന്നെ അത് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു തേങ്ങയുടെ മിക്സും പച്ചക്കറിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം വളരെ കുറച്ച് വെക്കാൻ. അടുത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചുള്ള ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് ഇതിനകത്തേക്ക് ചേർക്കാം. ഇതിപ്പം ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്തിയത് കേട്ടോ. നിങ്ങൾ സാധാരണ ഗ്രീൻ പീസ് ആകുമ്പോൾ നമ്മളൊരു പച്ചക്കറി കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഫ്രോസൺ ആകുമ്പോൾ നമുക്കത് ഒരു മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്താൽ മതി, അപ്പോഴേക്കും അത് കറക്റ്റായിട്ട് കുക്കായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. നമ്മളിപ്പോൾ ആ ഒരു തേങ്ങയുടെ ആ ഒരു മിക്സ് കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ. ഈ വെള്ളം ചേർക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ഒഴിക്കാം, അപ്പോഴും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങേനെ അത്യാവശ്യം കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കണ്ടെന്ന് വെച്ചു. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല യെല്ലോ കളർ ഉണ്ട് കേട്ടോ, മൊബൈലിൻ്റെ ലൈറ്റ് കൂടെ ഓൺ ആയതുകൊണ്ടാണ് കളർ കറക്റ്റായിട്ട് അറിയാത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 നുള്ള് ഗരം മസാല പൗഡർ ചേർക്കാം. ഈ ഒരു ഗരം മസാല ഫൈനലായിട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടൊരു ഫ്ലേവർ കിട്ടും വെജിറ്റബിൾ കുറുമയിൽ. അതിന് വേണ്ടിയിട്ടാണ് ഫൈനലായിട്ട് ചേർക്കുന്നത്. ഓൾറെഡി നമ്മൾ ഹോൾ സ്പൈസസ്, അതായത് ഏലക്ക, ഗ്രാമ്പു, പട്ട അതെല്ലാം തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടണ്ട, ഒരു 2 നുള്ളി ചേർത്തിയാൽ മതി. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക, ആ ഒരു ഫ്ലേവർ കിട്ടുന്നതിനനുസരിച്ചിട്ട് ചേർത്തിയാൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ആ ഒരു തേങ്ങയുടെ മിക്സ് ചേർത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ, ലിഡ് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ. ചപ്പാത്തിയിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ പാലപ്പം അതിലേക്കൊക്കെ നല്ല ടേസ്റ്റിയാണിത്. നമുക്ക് കുറച്ച് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ മുളക് പൊടിയൊക്കെ ചേർക്കാം, കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. എരിവിലുള്ള വെജിറ്റബിൾ കുറുമ വേണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ ഒത്തിരി അങ്ങോട്ട് എരിവില്ലാത്തൊരു ടൈപ്പ് ഉണ്ടല്ലോ, അതാണ് കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമാവും. അങ്ങനെ ആയിരിക്കും കേട്ടോ.
അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്തിട്ട് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയാണ്. ട്രൈ ചെയ്യുന്നവർ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിൽ വന്നിട്ട് പറയാം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. അപ്പോൾ ഇനി വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.